എ.കെ.ടി.എയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ ദിനവും പ്രവർത്തക യോഗവും നടത്തി. എ.കെ.ടി.എയുടെ ആഭിമുഖ്യത്തിൽ സിആർ അനുസ്മരണവും പ്രവർത്തക യോഗവും നടന്നു. ഏരിയ പ്രസിഡന്റ് പി.എസ്. ധനഞ്ജയന്റെ അധ്യക്ഷതയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി.വി. ഗണേശൻ പുഷ്പാർച്ചന നടത്തി. പ്രവർത്തക യോഗം ജില്ലാ കമ്മിറ്റി അംഗം ടി.വി. ഗണേശൻ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റൊരു പ്രസ്ഥാനത്തിനും ഇതുപോലെ ആവാനോ ഇതുപോലെ നയിക്കാനോ ഇതുപോലെ സംസാരിക്കാനോ ജനങ്ങളുടെ മുമ്പിൽ മുട്ടുവളയ്ക്കാതെ നിവർന്നു നിൽക്കാനോ ഒരു പ്രസ്ഥാനത്തിനും നമ്മളെ പോലെ കഴിയില്ല. അത്തരം പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിന്റെ പടിപടിയായുള്ള കാര്യങ്ങൾ നടത്തി പോകുമ്പോൾ പക്ഷെ ഇപ്പോഴും നമ്മുടെ സർക്കാർ അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് ക്ഷേമനിധിയുടെ റിട്ടയർമെന്റ് പകുതി പോലും കൊടുക്കാതെ 2020 മുതൽ ഈ നിമിഷം വരെ പകുതി പോലും റിട്ടയർമെന്റ് കൊടുക്കാതെ നമ്മുടെ ആളുകളെ വഞ്ചിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് സർക്കാർ. നമ്മളിപ്പോ ഇലക്ഷനോട് സംബന്ധിച്ച്, ഈ പാർലമെന്റ് ഇലക്ഷനോട് സംബന്ധിച്ച് മുൻപ് അല്പം സമരം രൂക്ഷമായി കാണിച്ചപ്പോൾ, കോടതികൾ കയറിയിറങ്ങിയപ്പോൾ, കോടതിക്കെതിരെയുള്ള അലക്ഷ്യ കേസുകൾ വീണ്ടും കൊടുത്തപ്പോൾ, വീണ്ടും അവർ ഇലക്ഷനെ നേരിട്ടപ്പോൾ നമ്മൾ പറഞ്ഞൊരു വാക്കുണ്ട്: തയ്യൽ തൊഴിലാളികൾ റിട്ടയർമെന്റ് തീർത്തും തരാതെ ഇരുന്നാൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരില്ല എന്ന് അക്ഷരാർത്ഥത്തിൽ അവരുടെ മുമ്പിൽ ചെന്ന് അവരുടെ നേരെ ചെന്ന് പറയാൻ ശക്തി ആർജിച്ച ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. ജില്ലാ കമ്മിറ്റി അംഗം അംബിക വേണുഗോപാൽ, ഏരിയ ട്രഷറർ സുധാ ഹരിദാസൻ, OS സതീശൻ, PV വത്സരാജൻ, PB ജിഷ, PG ശിവദാസൻ, സുലേഖ സലാം, സുധാ ഹരിദാസൻ, NR രജിത എന്നിവർ സംസാരിച്ചു.